فإن التقوى شعار المؤمنين ودثار المتقين، ووصية الله تبارك وتعالى على كل منا أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ, ನನ್ನ പിരിസത്തരെ വിശ്വാസിനികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകളും അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങളും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നോടും നിങ്ങളെല്ലാവരുടെയും ആദ്യമായി ഞാൻ ഉപദേശിക്കരെ. റബ്ബു സുബ്ഹാനഹു വ തആല അത് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ സന്നിധിയിലേക്ക് വെളിപ്പാട്ടിയിട്ട് കൊടുത്തതായിട്ടിക്കരെ ഒരു മഹത്തായ ഇസ്ലാമിലെ ഒരു കർമ്മമായിട്ടിക്കറ് നിസ്കാരം ഇട്ട് ചൊല്ലുന്നത്. 5 നേരത്തെ നിസ്കാരം അത് മറ്റു ഇബാദത്തുകളെ പോലെയല്ല. മറ്റു ഇബാദത്തുകളുണ്ട് ചെന്നെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾക്ക് നിർബന്ധമാക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ടാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെയാണ്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇൽഹാമ് നൽകിയിട്ടാണ് മറ്റുള്ള ഇബാദത്തുകളെല്ലാം തന്നെ നിർബന്ധമാക്കിയത്. എന്നാൽ 5 നേരത്തെ നിസ്കാരം അങ്ങനെയല്ല. 5 നേരത്തെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ്റെ സന്നിധിയിലേക്ക് വെളിപ്പാട്ടിയിട്ട് അവിടെ നിന്ന് ഒരു സമ്മാനം എന്ന നിലക്ക് നൽകിയതായിട്ടിക്കൊരു 5 നേരത്തെ നിസ്കാരം. വാസ്തവത്തിൽ അത് 50 50 നേരത്തെ നിസ്കാരം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഇടപെടലിലൂടെ ചെന്നെങ്കിൽ പല പ്രാവശ്യം അള്ളാഹു മൂസാ നബിയുമായിട്ട് മഞ്ഞയും മിഞ്ഞയും പോകേണ്ടതായിട്ട് വന്നൊരു റസൂലുള്ളാഹ്ക്ക് ഒലിമ്പവട്ടം റസൂലുള്ളാഹ്ക്ക് അള്ളാഹുവിനെയും മൂസായുടെയും ഇടയിൽ അഞ്ഞയും മിഞ്ഞയുമായിട്ട് പോകേണ്ടതായി വന്നത്. അങ്ങനെയാണ് 5 നേരത്തെ നിസ്കാരമായത്.
പക്ഷേ അള്ളാഹുവിൻ്റെ കണക്കിൽ, അവൻ്റെ അസലിയായ ഒരു കണക്കിൽ, ഖളായിൽ 50 അള്ളാഹു തആല രേഖപ്പെടുത്തിയത് കൊണ്ട് നിസ്കാരം 5 ആക്കിയിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു തആല പ്രതിഫലം കൊടുക്കരുത് 50-ൻ്റെതാണ്. 50-ൻ്റെ പ്രതിഫലം അത് അള്ളാഹു തആല ഈ ഉമ്മത്തുക്ക് നൽകിയ വലിയ ഒരു ഔദാര്യമായിട്ടിരിക്കണം. അങ്ങനെ അള്ളാഹുവിലേക്ക് വെളിപ്പാട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായിട്ടിക്കരെ ഒരു മഹത്തായ ഒരു ഇബാദത്തായിട്ടിരിക്കുന്ന നിസ്കാരമുണ്ട് ചൊല്ലുന്നത്. അതിൻ്റെ ഗൗരവം ഓരോ ആണും പെണ്ണും വേണ്ടി മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വിഷയം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കരുത്. എത്രമാത്രം ഗൗരവമുണ്ട് ഈ 5 നേരത്തെ നിസ്കാരത്തിനുണ്ട്. നോക്കൂ, ഇസ്ലാമിൽ നിർബന്ധമായ ഏത് ഇബാദത്ത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അത് വാജിബാണിട്ട് ഒരാൾ മനസ്സിൽ വിശ്വസിച്ചും കൊണ്ട് ആരെങ്കിലും അതിനെ വിട്ടുകളഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ചാൽ അവൻ ഒരിക്കലും ഇസ്ലാം ദീൻ എന്നിട്ട് പുറത്തു പോകില്ല എന്ന് നാം മനസ്സിലാക്കണം. നിർബന്ധമായ ഒരു കാര്യം, നിർബന്ധമായ ഫർളായ ഒരു ഇബാദത്ത്, അത് നിർബന്ധമായിട്ട് അംഗീകരിച്ചും കൊണ്ട് ഒരാൾ അതിനെ വിട്ടുകളഞ്ഞാൽ അയാളെ കാഫിറിട്ട് ചൊല്ലുന്നത് പാടില്ല, സാധ്യമല്ല. അതേപോലെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് എന്തെങ്കിലും നിഷിദ്ധമാക്കിയതായിട്ടൊരു സംഗതി, എന്തെങ്കിലും ഒരു ഹറാമാക്കിയ ഒരു സംഗതി, കള്ളുകുടി പോലെ, സിന വ്യഭിചാരം പോലെ, അതേപോലെ തന്നെ ബഡ്ഡി പലിശ തിന്നരുത് പോലെ, ഉമ്മ അപ്പന്മാരെ വെറുപ്പിക്കരുത് പോലെ, കുടുംബബന്ധം മുറിക്കരുത് പോലെ, ഇതുപോലത്തെ ഹറാമായ കാര്യങ്ങൾ ഒരു മനുഷ്യനത് ഹറാമാണെന്ന് അംഗീകരിച്ച് ചെയ്താൽ അവൻ ഇസ്ലാം ദീനിൽ നിന്നിട്ട് പുറത്തു പോകില്ല, കാഫിറാവൂല. പിന്നെ അവൻ വൻദോഷം ചെയ്ത ആളായിത്തീരും, വലിയ പാപം ചെയ്ത ആളായിത്തീരും. എന്നെങ്കിൽ നരകത്തിൽ അവൻ അല്ലാഹു തആല ശിക്ഷിക്കും. ഒരു കുറഞ്ഞ കാലം, അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കുറഞ്ഞ കാലം. എന്നാൽ ഒരാൾ വാജിബാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഒഴിവാക്കിയാൽ കാഫിറായി പോകുന്ന ഒരു വിഷയമായിട്ടിക്കറ് 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കുക എന്നത്. അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന ഒരു വാക്ക്, വഅഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. നോക്കണം, വഅഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. മനുഷ്യരെ, നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം, അത് നിലനിർത്തണം. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ. അതിന് ഉടനെ അല്ലാഹു തആല ചൊല്ലുന്നത്, ഈ നിസ്കാരത്തിന് വേറെ പളക്കമില്ല അതിനിടയിൽ. വഅഖീമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കൂ. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകരുത്. നിസ്കാരം ഒഴിവാക്കി നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായി പോകരുത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലുന്നു. ഇനി ഹദീസിലേക്ക് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്, ഞങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള സമുദായവും തമ്മിലുള്ള വ്യത്യാസം, ഞങ്ങളും അതുപോലെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു കരാറ് ഞങ്ങൾ വേർതിരിക്കരുത്. എന്തിനെ? അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്നുണ്ട്, ഞങ്ങളെയും കുഫ്റിന്റെ ആളുകളെ, ശിർക്കിന്റെ ആളുകളെ വേർതിരിക്കുന്ന സംഗതി എന്തിനായിട്ടിക്കറ്? അൽ അഖ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ്. നിസ്കാരമായിട്ടിക്കറ്, നിസ്കാരമായിട്ടിക്കറ്. ഫമൻ തറക്കഹാ ഫഖദ് കഫറ. ആരെങ്കിലും ആ നിസ്കാരത്തെ ഒഴിവാക്കിയാൽ അവൻ കാഫിറായിത്തീരും. അതാണ് ഞാൻ ഫസ്റ്റ് ചെന്നത്. ഇതുപോലത്തെ പളക്കല്ല. ഒരാൾക്ക് സമ്പത്തുണ്ട്, പക്ഷെ അയാൾ എന്താക്കുന്നില്ല, അയാൾക്കറിയാം ഇത് എൻ്റെ മേൽ സക്കാത്ത് നിർബന്ധമാണിട്ട് അയാൾക്ക് പിടിയുണ്ട്, പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, അയാൾ കാഫിറുണ്ട് ചൊല്ലണക്ക് സാധ്യമല്ല. ഒരാൾ നോമ്പ് നോക്കുന്നില്ല, അയാൾക്കറിയാം നോമ്പ് നിർബന്ധമാണിട്ട്, പക്ഷെ അയാൾ നോമ്പ് നോക്കുന്നില്ല എങ്കിൽ അയാൾ നമ്മൾക്ക് കാഫിറാണെന്ന് പറയുന്നത് സാധ്യമല്ല. അതേപോലെ ഹജ്ജ് നിർബന്ധമാണ്, എല്ലാ നിലക്കുള്ള കഴിവ് അയാൾക്കുണ്ട്, പക്ഷെ അയാൾ ഹജ്ജ് ചെയ്യുന്നില്ല എങ്കിൽ അയാളെ കാഫിറുണ്ട് ചൊല്ലണക്ക് സാധ്യമല്ല.
അയാള് വൻദോഷിയാണ്, വൻ പാപമാണ്, അക്ബറുൽ കബായിറായിട്ടിക്കർ വൻ പാപമാണ്, കാഫിറല്ല, അല്ലാഹു തആല അയാളെ നരകത്തിൽ ശിക്ഷിക്കും. എന്നാൽ നിസ്കാരം ഒഴിവാക്കര ഒരുത്തൻ അവനെ കാഫിറാണ് പരിശുദ്ധ ഖുർആനിലെയും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലൂടെയും നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഏതൊരു ഇബാദത്ത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ധാരാളം കൺസെഷൻ ഉണ്ട്. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൺസെഷൻ ഇല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൺസെഷൻ ഇല്ല. ഉദാഹരണമായിട്ട് ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുക, വളരെ വളരെ പ്രയാസകരമായ രോഗമാണ്, അല്ലെങ്കിൽ യാത്രയിലാണ്, നോമ്പ് പിടിക്കേണ്ട അയാളുടെ രോഗം ശിഫയാകുന്നത് വരെ, യാത്ര അവസാനിക്കുന്നത് വരെ അയാൾക്ക് നോമ്പ് പിടിക്കൊണ്ടിട്ടില്ല. ഇത് ഇളവാണ്, ഇസ്ലാം നൽകുന്ന കൺസെഷനാണ്. അതേപോലെ തന്നെ സക്കാത്ത് നിർബന്ധമാണ്, അല്ലേ? നമുക്കൊക്കെ പിടിയുണ്ട്. സമ്പത്തില്ലാത്ത ഒരാൾക്ക് എന്താക്കാം? സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇസ്ലാം നൽകുന്ന ഇളവാണ്. ശാരീരികമായിട്ട് അയാൾക്ക് പ്രയാസമുണ്ട്, ആ സമയത്ത് അയാൾക്ക് സമ്പത്തുമെല്ലാം ഉണ്ട്, പക്ഷെ അയാൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ല. കാരണം ശാരീരികമായി അയാൾക്ക് പ്രയാസമുള്ളത് കൊണ്ട്. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഏത് അവസ്ഥയിലായാലും അവന് നിസ്കാരം നിർബന്ധമാണ്. അവിടെ ഇളവില്ല. നോക്കൂ, നിങ്ങൾക്ക് പിടിയില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം എങ്ങനെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചത്? നിങ്ങൾക്ക് പിടിയുണ്ടല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫൈറൂസ് എന്ന് ചൊല്ലുന്ന പേരുള്ള അബൂ ലുഅ്ലുഅ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗ്നി ആരാധകനായിട്ട് ഇക്കര മജൂസിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. എവിടെയാണ് കുത്തി കൊലപ്പെടുന്നത് മനസ്സിലാക്കണം. സുബ്ഹി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമായിട്ട് സുബ്ഹി നിസ്കരിച്ച് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് അതാ ഒളിച്ചിരുന്ന അബൂ ലുഅ്ലുഅ എന്ന് ചൊല്ലുറേ ആ അഗ്നി ആരാധകനായിട്ടിക്കര മജൂസിയായിട്ടിക്കര ആ മനുഷ്യൻ തൻ്റെ കയ്യിൽ വിഷം കുടിപ്പിക്കപ്പെട്ട വിഷം നൽകപ്പെട്ടതായിരിക്കുന്ന കടാര, ആ കടാര 2 തലയുള്ള കടാരയാണ്. പിടിയായിട്ടല്ലേ? 2 തലയുള്ള കടാര. ഗുജറാത്തിലൊക്കെ ഫാസിസ്റ്റ് ശക്തികൾ മുസ്ലിമുകളെ 3 തലയുള്ള തൃശൂലോണ്ട് ചൊല്ലുറ 3 തലയുള്ള കടാര അല്ലെ, അതിൽ കുത്തിയിട്ടാണ്. ഇത് 2 തലയുള്ള കടാരയാണ്. 2 തലയുള്ള ആ വിഷം മൂടപ്പെട്ടതായിരിക്കുന്ന വാളുകൊണ്ട്, ആ കടാര കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ആശയത്തിലേക്ക് കുത്തുകൊടുക്കുകയാണ്. എത്ര കുത്ത്? 1 അല്ല 2 അല്ല 6 കുത്ത് കൊടുക്കുകയാണ്. ആ 6 കുത്ത് കൊടുക്കലോട് കൂടി ഉമർ റളിയല്ലാഹു അൻഹു മലർന്നു വീണു. രക്തത്താൽ വാർന്നു കുടിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അല്പം ബോധം വന്ന ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ വന്ന പളക്കമെന്തിരെ? നിസ്കാരത്തിന്റെ കാര്യം അത് പൂർത്തിയാക്കൂ. കാരണം ഇമാം എന്താണ് നിസ്കാരം അപ്പം തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അവരുടെ മോന് മുമ്പിലേക്ക് കയറിയിട്ട് നിസ്കാരം പൂർത്തിയാക്കിയത്. ഉമർ റളിയല്ലാഹു ആ സമയത്ത് പോലും ചെന്നതെന്തിരെ? മനസ്സിലാക്കണം നിങ്ങൾ. മുസ്ലിമീങ്ങളൊക്കെ ആ മനുഷ്യരെ പിടികൂടാൻ നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു മാത്രമല്ല ഷഹീദായത്, 7 സഹാബത്തോട് ഷഹീദാവൂ. ഈ മനുഷ്യനെ ഓടി പിടിക്കുന്നതിന് വേണ്ടി സഹാബത്തോന്റെ പിന്നാലെ പോയപ്പോൾ കയ്യിൽ കടാരയാണ്. ഓരോ ആളുകളെ ഒന്ന് കുത്തി 13 മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ കുത്തി ഇവനെ പിടികൂടാൻ പോകുമ്പോൾ അതിൽ 7 ആൾ അവിടെ വെച്ച് തന്നെ മരിക്കറ്, ഷഹീദാവറ്. പിന്നെ എങ്ങനെയെങ്കിലും ഇവർ പിടികൂടുമെന്ന് പിടിയായപ്പോൾ ഈ മനുഷ്യൻ സ്വന്തം ശരീരത്തിലേക്ക് അവന്റെ വാള് കുത്തിയിട്ട് അവൻ സൂയിസൈഡ് ചെയ്തതാണ്, ആത്മഹത്യ ചെയ്തതാണ് ഈ മനുഷ്യൻ. ആ നിലക്കാണ് മരിക്കരുത്. പിടിയായിട്ടല്ലേ? അങ്ങനെ ഞാൻ ചൊന്നു വേണ്ടത് ഉമർ റളിയല്ലാഹു തആല അൻഹു രക്തത്താൽ വാർന്നു കുളിക്കര ഓ സന്ദർഭത്തിൽ പോലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ വന്നപ്പോഴെന്തിരെ? നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചൊന്ന പളക്കം ആ സമയത്ത് നിങ്ങൾ നോക്കണം ചൊന്നത്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാഹ്. ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാഹ്. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു പാലുമില്ല.
ഒരു റോളുമില്ല ഇസ്ലാമില്. നിസ്കാരത്തിന് ആര് ഒഴിവാക്കി അവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല, അവന് മുസ്ലിം ഉമ്മത്തിൽ അവന് എണ്ണപ്പെടുന്നത് സാധ്യമല്ല എന്നായിട്ടെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ രക്തത്താൽ വാർന്ന് കുളിക്കുന്ന സന്ദർഭത്തിൽ പോലും പറഞ്ഞത്. ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് നിസ്കാരത്തിലെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഫിഖ്ഹിന്റെ കിതാബുകളൊന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ, ഫിഖ്ഹിന്റെ കിതാബുകളിൽ 4 മദ്ഹബിന്റെ ഇമാമികളും ഒരുപോലെ ചൊല്ലുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മസലകളൊക്കെ നാം പഠിക്കുന്നു, അശ്രദ്ധരായി പോകുന്നുണ്ട് പല കാര്യങ്ങളിലൊക്കെ. പലപ്പോഴും പലരൊക്കെ സംശയം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മസലകളൊക്കെ ഉണ്ട്. 4 മദ്ഹബിന്റെ ഇമാമികളും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കാരണവശാലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല. ചിലപ്പോ നിസ്കാരത്തിന് നമുക്ക് പിടിയുണ്ട്, ഷർത്തുണ്ട്. നിസ്കാരത്തിന് ഫർളായ കാര്യങ്ങളുണ്ട്, അല്ലേ? നിസ്കാരത്തിന് ഷർത്തുണ്ട്, ഫർളുണ്ട്. ഒരാൾക്കത് പ്രായോഗികമാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വേണ്ട, എങ്കിലും നിസ്കരിക്കണോട്ടാണ് ചൊല്ലുന്നത്. ഒരാൾക്ക് ഷർത്തും ഫർളും എടുക്കുന്നത് സാധ്യമാകുന്നില്ല എങ്കിലും അയാൾ എന്താക്കണം? നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നാണ്. ഉദാഹരണമായിട്ട് ഞാൻ ചോദിച്ചു എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നത്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം. നമുക്കറിയാമല്ലോ നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള ഷർത്ത്, നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഷർത്ത് എന്തിനെ? മലമൂത്രത്തിൽ നിന്നെല്ലാം അവൻ ശുദ്ധിയാകണം, അല്ലേ? കാഷ്ടം, മൂത്രം, ഇതിൽ നിന്നെല്ലാം ശുദ്ധിയാകണം. നിസ്കരിക്കുന്നവൻ്റെ ബോഡി, അവൻ്റെ ശരീരം, നിസ്കരിക്കുന്നവൻ്റെ വസ്ത്രം, നിസ്കരിക്കുന്ന ആ ജാഗ, ഇത് നജീസിൽ നിന്നിട്ട്, മൂത്രം കാഷ്ടം പോലത്തെ നജീസിൽ നിന്നിട്ട് ശുദ്ധിയാകണമെന്നത് ഷർത്താണ് നിസ്കാരത്തിനത്. ഇനി നോക്കൂ, ഇനി ഒരാൾക്കത് ശുദ്ധിയാക്കുന്നത് സാധിക്കുന്നില്ല. ഒരാൾക്ക് ഇങ്ങനെ മൂത്രം ഒലിച്ചോടിരിക്കരുത്, കാഷ്ടം ഇങ്ങനെ വന്നോടിക്കരുത്, അല്ലെങ്കിൽ കാഷ്ടത്തിനെയും മൂത്രത്തിനെയും മേലാണ് ഓനിക്കുന്നത്. ആശുപത്രിയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ. ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദ് ഐസിയുവിലൊക്കെ കാഷ്ടത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഓനിക്കുന്നത്, മൂത്രത്തിൻ്റെ മുകളിൽ തന്നെയാണ്, എങ്ങനെ നിസ്കരിക്കരുത്? കുറേ ആൾമാർ വിചാരിക്കരുത് നമുക്ക് നിസ്കരിക്കേണ്ടതില്ല, കാരണം തീട്ടത്തിൻ്റെ മൂത്രത്തിൻ്റെ മേലല്ല നമ്മൾ ഉള്ളതുണ്ട്. അല്ല കൂട്ടരെ, ആ സമയത്തും അവിടെ നിസ്കരിക്കൽ നിർബന്ധമാണ്. എൻ്റെ അഭിപ്രായമല്ല, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചൊല്ലുന്ന അഭിപ്രായമാണ്. കാഷ്ടത്തിന്റെ മേലെയാണ് അവൻ, മൂത്രത്തിന്റെ മേലെയാണ്, ആ സമയത്തും അവൻ നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കണു തീരാ. മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുന്നു, സപ്പോസ് അങ്ങനെ നിങ്ങൾ വിചാരിക്കൂ, മൂത്രത്തിൻ്റെ കോയിലിടും, പിന്നെ ട്യൂബ് ഇട്ടറ് മൂത്രം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കറ്, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കണം. കാരണം എന്താണ്? അതായത് ആ സമയത്ത് മൂത്രം ഇങ്ങനെ വലിച്ചോടിക്കര, കാഷ്ടം ഇങ്ങനെ വന്നോടിക്കര, ആ സമയത്ത് ആ പ്രത്യേകമായ അവസ്ഥയിൽ അവനക്ക് ആ നിലക്ക് നിസ്കരിക്കൽ അത് ഇസ്ലാം നൽകുന്ന അനുവാദമായിട്ടിക്കറ്, കൺസെഷനായിട്ടിക്കറ്, ഇളവായിട്ടിക്കറ്. ഒരു സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാൻ പാടുള്ളതല്ല. പിഴയത്തല്ലേ? അതേപോലെ നിങ്ങൾ നോക്കൂ, കിതാബുകൾ, ഫിഖ്ഹിന്റെ കിതാബുകളിൽ 4 മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. കാരണം പരിശുദ്ധ ഖുർആന്റെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്തും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് അവരിതൊക്കെ പറയുന്നത്. നിസ്കാരത്തിന് ഒരു ഇളവുമില്ല. ഒരാൾ കാട്ടിലകപ്പെട്ടു പോയിട്ട് വിചാരിക്കൂ, വളരെ നിബിഡമായിട്ട് കാട്ടിലകപ്പെട്ടു പോയി, ഒരു സിംഹം അയാളുടെ പിറവിലുണ്ട്, സിംഹം ഇയാളിങ്ങനെ ഓടിച്ചോണ്ട് വേണ്ട, ഇയാളിങ്ങനെ ഓടറ്, സിംഹം ഇയാളെ പിറകിലുണ്ട്, ഇയാളിങ്ങനെ ഓടറ്. അങ്ങനെ ഓടിക്കോടിക്കുമ്പോഴത്തായിട്ട് നിസ്കാരത്തിന് സമയം കളിയാണ് കാവുന്നത്, നിസ്കാരത്തിന് സമയം തീരണം കാവുന്നത്. ഉലമാക്കൾ ചൊല്ലറു, അവൻ ആ സമയത്ത് നിസ്കരിക്കണം. പിറവിലിക്കരുത് സിംഹമാണ്, അവൻ ആ സമയത്ത് നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കരുത്? അവൻ്റെ മനസ്സുകൊണ്ട് അവൻ ആ സമയത്ത് നിസ്കരിക്കണം. നമസ്കാരത്തിന് ഇളവില്ല, നിസ്കാരത്തിന് അവിടെ ഇളവില്ല. കാരണം അത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്. യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും സലാത്തുൽ ഖൗഫ് എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ടല്ലോ. ഇസ്ലാമിന്റെ ശത്രുക്കളുമായി യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ പോലും നിസ്കാരം അത് ഇമാം ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടുന്നത്. പിടിയായിട്ടല്ലേ? ഇതുപോലത്തെ ഒരുപാട് മസലകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും ഇനി നിങ്ങൾ നോക്ക്, ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിന് ഷർത്താണ്, അല്ലേ? ഔറത്ത് മറച്ചില്ല എങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇനി ഒരാൾക്ക് ഔറത്ത് മറക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയുള്ള സന്ദർഭം ചിലപ്പോൾ വരും. ഏതുപോലെ
ജയിലിൽ ബന്ധിക്കപ്പെട്ടെന്ന് വിചാരിച്ചോളും. ഇസ്ലാമും ശത്രുക്കളുമായി യുദ്ധം നടക്കുന്നു. ശത്രുക്കൾ കുറെ മുസ്ലിമീങ്ങളെ ബന്ധിച്ചു, ജയിലിൽ കാരാഗ്രഹത്തിൽ ബന്ധിച്ചു. അവർക്ക് ഒന്നും വസ്ത്രം കൊടുത്തില്ല, തുണിയൊന്നും കൊടുത്തില്ല. അങ്ങനെ ശിക്ഷിക്കുമല്ലോ. ജയിലിൽ തുണി വസ്ത്രമൊന്നും കൊടുത്തില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നഗ്നരായിട്ട്, നെയ്ക്കഡായിട്ട്, ഉടുത്തുണിയില്ലാതെ തന്നെ അവർ നിസ്കരിക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. 4 മദ്ഹബിന്റെ പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഏകോപിച്ചിട്ടുണ്ട്. നഗ്നരായിട്ട് അവിടെ നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കുക? അതും നഗ്നരായിട്ട് ഓരോരുത്തർ നിസ്കരിച്ചാൽ പോരാ, ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇമാമ് എവിടെ നിൽക്കണം, ആണ് എവിടെ നിൽക്കണം, പെണ്ണെവിടെ നിൽക്കണം എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ആണ് എതിരിലല്ല നിൽക്കേണ്ടത്, മഅ്മൂമിങ്ങളുടെ അവരുടെ ഇടയിൽ, അവരുടെ നടുവിലായിരിക്കണം. കാരണം അവരുടെ ഗുപ്താംഗം, അവരുടെ ശറംഗാഹെല്ലാം കാണും എതിരിൽ നിന്നാൽ. അതുകൊണ്ട് ഇമാം ആ സമയത്ത് അവരുടെ ഇടയിൽ നിന്നിട്ട് നിസ്കരിക്കണം. ഇതൊക്കെ ഞാൻ ചൊല്ലുന്നതിന് വേണ്ടി, നിസ്കാരത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഒരു സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പാട്ടി കൊടുക്കറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞ് സഹാബത്തിനോട് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറൻ വബുർഹാനാ കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ ഇലാ യൗമിൽ ഖിയാമ. നിസ്കാരം കൊണ്ട് ചൊല്ലുന്നത്, ആ നിസ്കാരം ആരതിൽ കൃത്യനിഷ്ഠയോട് കൂടി നിർവഹിച്ചു, അതവനക്ക് നൂറായിത്തീരും, അതവനക്ക് പ്രകാശമായി തീരും, അതവൻ്റെ ജീവിതത്തിൽ അവനക്കതൊരു എവിഡൻസാണ്, അതൊരു തെളിവാണ്. ഞാനൊരു മുസ്ലിമാണ്, പടച്ചവൻ്റെ മുമ്പിൽ ഞാനൊരു മുസ്ലിമാണെന്ന് തെളിയിക്കാൻ വേറെ ഏത് ഇബാദത്താ ഉള്ളത്? നിങ്ങളൊന്ന് പറയും. വേറെ ഏതെങ്കിലും ഒരു ഇബാദത്തുണ്ടോ? നോമ്പ് അതൊരു വർഷത്തിൽ വേണ്ടത് അല്ലേ? സക്കാത്ത് ഒരു വർഷം, ഹജ്ജ് തൻ്റെ ജീവിതത്തിൽ ലൈഫിലൊരിക്കൽ ചെയ്താൽ മതി. പിന്നെ ഏതാ ഉള്ളത്? ഓരോ ദിവസവും ഞാൻ മുസ്ലിമാണ്, വാനമിനൽ മുസ്ലിമീൻ, അള്ളാഹുടെ മുന്നിൽ നിന്നിട്ട് അള്ളാഹ് ഞാൻ നിന്റെ ഒരു വിനീതനായ ഒരു അടിമയാണ്, അനുസരണയുള്ള ഒരു അടിമയാണ്, ഞാൻ മുസ്ലിമാണെന്ന് ചൊല്ലണക്ക് വേറെ ഏതാ ഇബാദത്തുള്ള? നിസ്കാരമല്ലാതെ അല്ലേ? ആ നിസ്കാരം അത് അവനക്ക് ബുർഹാനാണ്, അവനക്ക് പ്രകാശമാണ്. ഖിയാമത്ത് നാളിൽ അവനക്കത് രക്ഷയാണ്. ഇനി ആ നിസ്കാരം ആര് കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ ലം യകുൻ ലഹു നൂറും വലാ ബുർഹാനും വലാ നജാത്ത്, അവനക്ക് പ്രകാശമില്ല, അവനക്ക് ഒരു എവിഡൻസും ഇല്ല, അവനക്കൊരു രക്ഷയുമില്ല. ഈ നൂറ് എന്ന പളക്കം, നൂറുണ്ട് ചെന്നെന്തിരെ? വെളിച്ചം, ലൈറ്റ്, പ്രകാശം. ആ പ്രകാശം നാളെ പരലോകത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പ്രകാശത്തിന് ആവശ്യമുണ്ട്. ഒരുപാട് കത്തലകളുള്ള ദുലുമാത്ത് യൗമിൽ ഖിയാമ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഖിയാമത്ത് നാളിൽ ഒരുപാട് കത്തലകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോൾ കത്തലയാണ്, കൂരിരുട്ടാണ്. അപ്പൊ അവിടെ വെളിച്ചം ആവശ്യമുണ്ട്. ആ വെളിച്ചം ഏതാണ്? അത് നിസ്കാരത്തിന്റെ വെളിച്ചമാണ് അവിടെ കിട്ടുന്നത്. ആ നിസ്കാരത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ നാളെ പരലോകത്തിൽ ഒരുപാട് വെളിച്ചങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. അവിടെ നമുക്ക് വെളിച്ചമാകുന്നത് ദുന്യാവിലും നമ്മുടെ ഇബാദത്തുകളാണ്, പ്രത്യേകിച്ച് നിസ്കാരമാണ്. എന്ന് മാത്രമല്ല, ദുന്യാവിലും നമുക്ക് വെളിച്ചമാണ്, ദുന്യാവിലും നമുക്ക് നിസ്കാരം വെളിച്ചമാണ്. ഒരു മനുഷ്യൻ നിസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ ജീവിതത്തിലൂടെ ബർക്കത്തുണ്ടാകും, ഒരു സംശയം വേണ്ട. അവന്റെ ജീവിതത്തിലൂടെ ബർക്കത്തുകൾ ഉണ്ടാകും. ഒരുപാട് പ്രയാസങ്ങൾ നമ്മളിൽ ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ് അല്ലേ? വെളിച്ചം നിങ്ങൾക്കറിയാം, കത്തലകൾക്ക് മോചനം നൽകുന്നതാണ്, ഇരുട്ടുകൾക്ക്, ഡാർക്ക്നെസ്സിന് മോചനം നൽകുന്നതാണ് വെളിച്ചോട്ട് ചൊല്ലുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച് ഈ നൂറിട്ട് ചൊല്ലുന്നത്. പണ്ഡിതന്മാർ ചൊല്ലുന്നത് ദുന്യാവിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് നൂറാണ്, നമുക്കത് പ്രകാശമാണ്. പേടിക്കേണ്ട കൂട്ടരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസുകളുണ്ട് ഓരോരുത്തർക്കും. ചിലപ്പോൾ മക്കളുടെ ഭാഗത്തിൽ നിന്നിട്ട് ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, സുഹൃത്തുക്കൾ എല്ലാം അറ്റുപോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും അത് അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലുക്കും അത് അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുന്ന, ഒരു ശരണം, ഒരു അഭയമില്ലാത്ത സന്ദർഭം. ആ സന്ദർഭത്തിൽ 5 നേരം നിസ്കരിക്കുന്ന ഓരോ മനുഷ്യനും അവന്റെ മനസ്സിന് സമാധാനം ചൊല്ലേണ്ടത് എന്തിനെ? ഇൻഷാ അല്ലാഹ് നക്കൊരു പ്രയാസവും ഉണ്ടാവില്ല, ഇൻഷാ അല്ലാഹ് നക്കൊരു പ്രയാസവും ഉണ്ടാവില്ല, നിന്റെ കൂടെ അല്ലാഹുവിന്റെ കാരണം ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുഅ്മിനാണ്. ഇത് നമുക്ക് ചൊല്ലണക്ക് സാധിക്കുമോ?
അവിടെയാണുള്ളത്. നക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനാണ്. ഞാൻ നിസ്കരിക്കുന്നവനാണ്ട് നമ്മുടെ മനസ്സിൽ പുകളുണ്ടല്ല പറഞ്ഞതിന് അർത്ഥം. ആ ഉദ്ദേശം മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന പളക്കമാണ് അവനക്ക് നൂറുണ്ടാകും. ആ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന പളക്കം 100% സത്യമാണ്. എത്ര ഡിഫിക്കൽട്ടീസ്, എത്ര ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായാലും. കാരണം എന്തേ? ഈ നമസ്കാരം ഏത് സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് സന്ദർഭത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ മരണപ്പെട്ടു പോയി. അബൂ താലിബ് ജീവിതത്തിൽ ഉടനീളം താങ്ങും തണലുമായിരുന്ന, എല്ലാ നിലക്ക് സപ്പോർട്ട് നൽകിയിരുന്ന അബൂ താലിബ് മരണപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഖദീജ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയായ ഖദീജ 25 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതമാണ് ഖദീജയുടേത്. ഖദീജയും റസൂലും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം. ആ ഖദീജ ബീബിയും കൂടി മരണപ്പെട്ടപ്പോൾ എന്തായിട്ട് റസൂലുള്ളാഹിയുടെ അവസ്ഥ? 2 കൈയും ഇല്ലാത്ത അവസ്ഥ പോലെ. ഒരാളുടെ 2 കൈയും നഷ്ടപ്പെട്ടു പോയാൽ എന്തായിരിക്കും? ചിന്തിച്ചു നോക്കുമെങ്കിൽ. ഒരു പക്ഷിയുടെ 2 രക്കയും മുറിഞ്ഞു പോയിട്ട് 2 രക്കയും ഇല്ല, എന്താവും? ആ പക്ഷി എങ്ങനെ പറക്കും? ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത കത്തലകൾ മൂടിയ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആ സന്ദർഭത്തിലാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് 5 നേരത്തെ നിസ്കാരം നൽകിയത്. ആ നിസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം നിങ്ങൾ അനുഭവിച്ചാലും, എന്ത് ബുദ്ധിമുട്ടുകൾ, എല്ലാം നിലക്ക് ഒറ്റപ്പെട്ടു പോയി, ഭാര്യമാരും മക്കളും കുടുംബങ്ങളും പരിവാരങ്ങളും ബന്ധുക്കളും എല്ലാം ഒറ്റപ്പെടുത്തിയാലും ഒരു ശരണവുമില്ലാത്ത സന്ദർഭം, ഒരു അഭയവുമില്ലാത്ത സന്ദർഭം, ആ സമയത്ത് ഒരു മുഅ്മിനിക്ക് ആശ്വസിക്കാനുള്ളത് ഇത് മാത്രമാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നൊക്കെ ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുഅ്മിനാണ്. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുഅ്മിനാണ്. ആ നിസ്കാരമില്ലേ അവന്റെ ജീവിതത്തിൽ ബർക്കത്തില്ല. അല്ലാഹുവിന്റെ റസൂൽ പിന്നെ ചൊല്ലുന്നത് എന്തിനെ? വകാന യൗമൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാളിൽ ആരുടെ കൂടെയായിരിക്കും? നിസ്കാരമില്ലാത്തവൻ. മഅ ഫിർഔന വ ഹാമാന വ ഖാറൂന വ ഉബയ്യ് ഇബ്നു ഖലഫ്. നോക്കണം, നാളെ പരലോകത്ത് അവന്റെ സ്ഥാനം ഫിർഔന്റെ കൂടെയാണ്. ആരുടെ കൂടെ? ഫിർഔൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഗർവിഷ്ഠനായ, ഏകാധിപതിയായ, സ്വേച്ഛാധിപതിയായ, ഞാൻ റബ്ബാണെന്ന് വാദിച്ച, അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ പങ്കുകാരെന്ന് വാദിച്ച ആളാണ്. അത് ലോകത്ത് അങ്ങനെ ആരും വാദിച്ചിട്ടില്ല എന്നാണ്. ലോകത്ത് ഇങ്ങനെയുള്ള വാദം ആർക്കുണ്ടായിരുന്നില്ല. കുറെ ശിർക്കൊക്കെ മുശ്രിക്കുകളുണ്ടായിരുന്നത് ഇബാദത്തിലായിരുന്നു. അല്ലാഹു അല്ലാത്തവർക്കൊക്കെ ഇബാദത്തും പ്രാർത്ഥനയും നേർച്ച വഴിപാടുകളൊക്കെ ചെയ്തു. പക്ഷെ റുബൂബിയത്തിന്റെ കാര്യത്തിൽ ഫിർഔനെ പോലത്തെ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു. പിന്നെ ഉണ്ട് കുറച്ച് മുസ്ലിയാക്കന്മാരുണ്ട്, അത് വേറെ കാര്യം. സമസ്തയിലെ കുറച്ച് മുസ്ലിയാക്കന്മാർ, CM മടവൂറാണ് ലോകം നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരല്ലാതെ അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ ആരും ഇടപെട്ടിരുന്നില്ല. അത് അല്ലാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് വാദിച്ചവർ, അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. എന്നാൽ ഫിർഔനെ പോലത്തെ കുറച്ച് ആളുകളുടെ വാദം എന്തായിരുന്നു? ഞാൻ റബ്ബാണ്, റുബൂബിയത്തിൽ ഇടപെട്ടു. അങ്ങനെയുള്ള ഫിർഔന്റെ കൂടെയാണ്. പിന്നെ ആരുടെ കൂടെയാണ്? ഹാമാന്റെ കൂടെയാണ്. ആരാ ഹാമാന്? മൂസായുടെ റബ്ബിനെ, മൂസാരെ പടച്ചവനെ കൊല്ലണക്ക് വേണ്ടി ഗോപുരമുണ്ടാക്കിയ, ടവറുണ്ടാക്കി കൊടുത്ത ആളാണ്. ആര്? ഹമാൻ. ഫിർഔന്റെ മന്ത്രിയാണ് അല്ലേ? പരിശുദ്ധ ഖുർആനിൽ കാണാം ഫിർഔൻ ഇങ്ങനെ ചൊല്ലുന്നത്, യാ ഹമാൻ ഇബ്നി ലി സർഹ ലഅല്ലി യബ്ലുഗൽ അസ്ബാബസ് സമാവാതി ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ. നക്കൊരു ഗോപുരമുണ്ടാക്കി ഹമാന്. മിനിസ്റ്ററാണ്, അവൻ്റെ പ്രധാനപ്പെട്ട മിനിസ്റ്ററാണ് ഫിർഔന്റെ. നക്കൊരു ഗോപുരം, നക്കൊരു ടവർ ഉണ്ടാക്ക്. ആ ടവറിൽ പത്തിയിട്ട് നാം എല്ലാം നോക്കര, എനിക്ക് നോക്കര ആകാശത്തിൽ. മുസാര അല്ലാഹ് ഉണ്ട്, എവിടെ ഉണ്ട് നാ കൊല്ലുര മുസാര അല്ലാഹ്. അങ്ങനെ മുസാര അല്ലാഹരെ കൊല്ലനോട് ചൊന്ന് ഗോപുരം ഉണ്ടാക്കി കൊടുത്ത ഹമാൻ. ആ ഹമാന്റെ കൂടെയാണ് ആര്? നിസ്കാരമില്ലാത്ത ആളുമാരുടെ അവസ്ഥ. ഖാറൂന്റെ കൂടെയാണ്, ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, 5 നേരത്തെ നിസ്കാരം, അതിൻ്റെ പ്രാധാന്യം. നാളെ നമുക്ക് അമ്പിയാക്കന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യമുണ്ടാകണം. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കൂടെ, ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹ്യങ്ങളുടെ കൂടെ, അവിടെ ആയിരിക്കണം നമ്മുടെ സ്ഥാനം. പ്രിയമുള്ളവർ, അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം എൻ്റെ ഓരോ സഹോദരങ്ങളും സഹോദരിമാരും ഇത് കേട്ടത് മുതൽ ഒരിക്കലും അതിൻ്റെ സമയം വിട്ട് നഷ്ടപ്പെടുത്ത ഒരവസ്ഥ ഉണ്ടാകരുത്. എത്രയോ സ്കൂളിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾ
എത്രയോ കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾ ളുഹ്ർ നിസ്കാരം പലപ്പോഴും ഒഴിവാക്കുന്നവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് നിസ്കാര കുപ്പായം കൊടുത്തിട്ടില്ല. നിസ്കാരം കുപ്പായം കൊടുത്തിട്ടില്ല എങ്കിൽ സഹോദരി, ഏത് അവസ്ഥയിലാണോ നീ ഉള്ളത് നീ നിസ്കരിക്കണം. ആ സമയത്ത് നീ നിസ്കരിക്കണം. നിസ്കാര കുപ്പായം കയ്യിൽ നിന്നെങ്കിൽ നീ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ നീ ഉള്ളത് ആ അവസ്ഥയിൽ നീ നിസ്കരിക്കണം. നിസ്കാരത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവർ, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന യഥാർത്ഥ മുവഹിദുകൾ, യഥാർത്ഥ നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ നമസ്കരിച്ച് പടച്ച തമ്പുരാൻ സ്വീകരിച്ച നാളെ പരലോകത്ത് അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് വഴിയെ സംസാരിക്കാം. ഇത് റജബ് മാസമാണ്, നമുക്കൊക്കെ പിടിയുണ്ട്. റജബ് മാസം കൊണ്ട് ചെന്നെങ്കിൽ അല്ലാഹു തആല പവിത്രമാക്കിയ ആദരിച്ച ഒരു മാസമായിട്ടിരിക്കും റജബ് ചൊല്ലു. 4 മാസങ്ങളിൽ ഒരു മാസമാണ്. 4 മാസം അല്ലാഹു തആല പവിത്രമാക്കിയത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്ന മുന്നമേ ജാഹിലിയ കാലത്ത് തന്നെ ഈ 4 മാസത്തേക്ക് പവിത്രതയുണ്ട്. അത് എന്തുകാണ് ഈ 4 മാസത്തെ പവിത്രമാക്കിയത് എന്നതിൻ്റെ ഹിക്മത്ത് അത് അല്ലാഹു അഅലം, അല്ലാഹുക്ക് മാത്രമേ പിടിയുള്ളൂ. 4 മാസം, അതിൽ 3 ഹജ്ജുമായി ബന്ധപ്പെട്ട മാസമായിട്ടിക്കർ. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം. അപ്പോൾ ഹജ്ജ് ചെയ്ത് വരാനുള്ള ആ സൗകര്യാർത്ഥം, അതിൻ്റെ ഒരു ഉദ്ദേശം അതായിരിക്കാം, നല്ല സുരക്ഷിതമായ നിലക്ക്. കാരണം മുമ്പൊക്കെ ഒരുപാട് യുദ്ധങ്ങളും കലഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് ഹജ്ജിന് വരുന്നവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകണം തീര. ആ നിലക്ക് അല്ലാഹു തആല തുടർച്ചയായ നിലക്ക് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം ഈ 3 മാസം അല്ലാഹു തആല പവിത്രമാക്കി. ആ മാസം യുദ്ധം ചെയ്യാൻ പാടില്ല. കുറ്റങ്ങൾക്കൊക്കെ ഇരട്ടി ശിക്ഷയാണ് അല്ലാഹു നൽകുന്നത്. പിന്നെ ചില ആൾമാർക്ക് ഉംറ മാത്രം നിർവഹിക്കേണ്ടതായി വരും. അതിനു വേണ്ടി വരും റജബ് മാസം. അങ്ങനെ ഉംറ ആർക്കെങ്കിലും നിർവഹിക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖകരമായ നിലക്ക് അവർക്ക് മക്കയിലേക്കൊക്കെ പോയിട്ട് ഉംറയൊക്കെ നല്ല നിലക്ക് നിർവഹിച്ച് വരാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തിലുമായിരിക്കാം. ഇങ്ങനെ 4 മാസങ്ങൾ പവിത്രമാണ്. ജാഹിലിയ കാലഘട്ടത്തിലും അത് പവിത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പവിത്രത അംഗീകരിച്ചു. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് അനാചാരങ്ങളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേകമായ സദ്യകൾ, ആചരണങ്ങൾ, ആഘോഷങ്ങൾ ഒക്കെ ജാഹിലിയ കാലത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്ത് ലഭിച്ച്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വഹി ലഭിച്ച്, ആ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ എന്തെല്ലാം ആചാരങ്ങൾ അതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ചു.
പവിത്രത നിലനിർത്തി. ഈ മാസത്തേക്ക് പവിത്രതയുണ്ട്, അലംഘനീയമായ മാസമായിട്ട്. എന്നാൽ ആചാരങ്ങളും അതേപോലെ തന്നെ പ്രത്യേകമായ അനുഷ്ഠാനങ്ങൾ, പ്രത്യേകമായ ഫുഡുണ്ടാക്കൽ, സദ്യ ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്ത്. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ നിരോധിച്ചു അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിന് ശേഷം കുറച്ച് കാലം കഴിയുമ്പോഴേക്കും വീണ്ടും ഈ ജാഹിലിയ്യത്ത് തലപൊക്കുകയാണ്. വീണ്ടും ജാഹിലിയ്യത്ത് തലപൊക്കി. റജബ് മാസം വരുമ്പോൾ ഒരു പ്രത്യേകമായ സദ്യ, പ്രത്യേകമായ ഫുഡുണ്ടാക്കൽ, പ്രത്യേകമായ ഒരു നിസ്കാരം, പ്രത്യേകമായ നോമ്പ് തലപൊക്കി. സഹാബത്തുൽ കിറാം, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചും കൊണ്ട് അതിനൊക്കെ ശക്തമായ നിലയ്ക്ക് എതിർത്തു. അത്തരത്തിലുള്ള എല്ലാ അനാചാരങ്ങളെയും, പ്രത്യേകമായി ഫുഡുണ്ടാക്കുക, പ്രത്യേകമായി സദ്യ ഉണ്ടാക്കുക, പ്രത്യേകമായ ആചരണം റജബുമായി ബന്ധപ്പെട്ട് സഹാബത്തുൽ കിറാമും താബിഈങ്ങളും എല്ലാം അതിനെ ശക്തമായ നിലയ്ക്ക് എതിർത്തു, ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചും കൊണ്ട്. പിന്നെയും കുറേ കാലം കഴിയുമ്പോൾ കാണുന്നത് എന്താണ്? അതിന് ധാർമ്മികമായ മതപരമായ പിന്തുണയുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന നിലയ്ക്ക് കുറേ കള്ള ഹദീസുകൾ പ്രചരിപ്പിച്ചു. അങ്ങനെയെങ്കിലും നോക്കാം ഇതിങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഒരുപാട് വ്യാജമായിട്ടിക്കരെ ഒരുപാട് കള്ള ഹദീസുകൾ, ബാത്തിലായ ഹദീസുകളൊക്കെ റജബിൻ്റെ പേരിൽ വന്ന്. ഉദാഹരണമായിട്ട് ചെന്നെങ്കിൽ ഒരു ഹദീസ്, ഒരുപാട് ഹദീസുകളുണ്ട്. ഒരു ഹദീസ് മാത്രം റജബ് കൊണ്ട് ചൊല്ലുന്നത് സ്വർഗത്തിലെ ഒരു നദി ആയിട്ടിക്കര് ഒരു ഹദീസാണ്. റജബ് കൊണ്ട് ചൊന്നെങ്കിൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു നദിയുണ്ട്. ആ നദിയുടെ അതിലുള്ള തണ്ണി പാലിനേക്കാളും വെളുത്തത്, മഞ്ഞിനേക്കാളും വെളുത്തത്, തേനിനേക്കാളും മധുരമുള്ളത്. റജബിൽ ആരെങ്കിലും ഒരു നോമ്പെടുത്തിട്ടായെങ്കിൽ അയാൾക്ക് ആ റജബ്, സ്വർഗത്തിക്കിലെ റജബിലെ നദിയിൽ നിന്നിട്ട് തണ്ണി കുടിപ്പാട്ടപ്പെടും എന്ന ഒരു ഹദീസ്. ചില കിതാബുകളിലൊക്കെ അത് വന്നിട്ടുണ്ട്. സുയൂത്തി ഇമാമിനെ പോലത്തെ ചില ആളുകളുടെ കിതാബുകളിലൊക്കെ അറിവില്ലാതെ വന്നു പോയിട്ടുണ്ട്. ഇത് കള്ള ഹദീസാണ് എന്ന് മഹാനായ നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് വ്യക്തമായ നിലക്ക് പറഞ്ഞു. ഇത് ഹദീസ് മൗദൂആണ്. മഹാനായ ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞു ഇത് ബാത്തിലായ ഹദീസാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുഖാരിക്ക് ശറഹ് എഴുതിയ, ഫത്ഹുൽ ബാരി പോലത്തെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, റജബുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ നോമ്പ്, മനസ്സിലാക്കണം, പ്രത്യേകമായ നോമ്പാണ് ഞാൻ ഇത് ചൊല്ലുന്നത് എന്നല്ലാതെ സുന്നത്തായ നോമ്പല്ല. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താണ്, അത് റജബിലു സുന്നത്താണ്. വ്യാഴാഴ്ച നോമ്പ് സുന്നത്താണ്, അത് റജബിലു സുന്നത്താണ്. അതിനാരും ഇതാക്കണ്ട. 13, 14, 15 അയ്യാമുൽ ബീദ് അത് റജബിലു സുന്നത്താണ്. ഇതല്ല റജബ് 27 ഒരു നോമ്പ്, ഒരു പ്രത്യേക നോമ്പ് ഇല്ല പ്രിയമുള്ളവരെ. അത് നിരോധിക്കപ്പെടേണ്ടതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണ്, ബിദ്അത്താണ്. സ്വർഗത്തിൽ റജബ് എന്ന ഒരു നദിയില്ല. സ്വർഗത്തിലുള്ള നദി കൗസർ എന്ന നദിയാണ്. അത് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ കൗസർ നദിയെ. ആ നദിയിൽ നിന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പേർക്ക് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലെ നദിയിൽ നിന്നുള്ള തണ്ണി, അതിൻ്റെ ആ വെള്ളം പൈപ്പിലൂടെയോ മറ്റോ അതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അതാണ് മഹ്ശറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിപ്പാട്ടുന്നത്. ആർക്ക് കുടിപ്പാട്ടുന്നത്? മുവഹിദീങ്ങളായ ശരിയായ മുഅ്മിനുകൾക്ക്. ബിദ്അത്ത് ചെയ്യുന്ന പുരോഹിതന്മാർക്കോ ബിദ്അത്ത് ചെയ്യുന്ന പുത്തനാചാരങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും ആ നദിയിൽ നിന്നിട്ട് ആ ഹൗദുൽ കൗസർ നിന്ന് വെള്ളം കുടിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നില്ല. അല്ലാത്തവർക്കൊക്കെ അതിൽ നിന്ന് വെള്ളം, അത് കൗസർ എന്നതാണ്, മനസ്സിലാക്കണം. അതിന് സമാനമായി എന്താക്കി ഇവർ കള്ള ഹദീസിൻ്റെ ആളുകൾ റജബ് എന്നുള്ള ഒരു നദിയെ കൊണ്ടുവന്ന് ഒപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വ്യാജ ഹദീസുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള പള്ളികളിലും കാണാം ഒരു പ്രത്യേകമായ നിലക്കുള്ള ഒരു നോമ്പും നിസ്കാരവും. പള്ളികളിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ആ ഒരു പ്രത്യേക ദിവസത്തിലൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് കുറേ ഫുഡും കുറേ സദ്യയും അതിങ്ങനെ ഉണ്ടാക്കുന്ന ഈ നിലക്കുള്ള ആഘോഷങ്ങൾ, ആചരണങ്ങൾ, ഇത് ബിദ്അത്തായ കാര്യമാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത്തരത്തിലൊരു പ്രത്യേകമായ നോമ്പ് നോറ്റാൽ നാം അതിനെ വിരോധിക്കണം. ഒരിക്കലും അത് പാടില്ല, ബിദ്അത്ത് പാടില്ല നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ. ഇത് റജബുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ, അത് ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളുണ്ട്, നമ്മുടെ മദ്രസയുടെ കളക്ഷനായി ടിക്കർ
നമ്മുടെ മദ്രസയുടെയും മറ്റുമെല്ലാം സുഗമമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ദുആയും അതേപോലെ തന്നെ അകമഴിഞ്ഞ നിങ്ങളുടെ സഹായ സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഈ മദ്രസ ഫണ്ട് ഇണ്ടത്തെ കലക്ഷൻ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്തിട്ട് നിങ്ങളിതിനെ വിജയിപ്പിക്കണമെന്നു ആദ്യമായി കേട്ടുകൊള്ളരെ. പിന്നീട് നമ്മുടെ എല്ലാ വാരത്തിലും മിക്കലും ഒരു സ്ത്രീകൾക്കുള്ള ഒരു ദഅവാ ക്ലാസ് ഉണ്ട്. നമ്മുടെ SK സൗത്ത് കർണാടക ഈ ഗേൾസ് വിമൻസ് മൂവ്മെൻറ്റിൻ്റെ കീഴിൽ അങ്ങ് സംഘടിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ദഅവാ ക്ലാസ് നാളെ നടക്കരുത്. നാളെ ഈവനിങ് 4:30 എല്ലാവരും, എല്ലാ സഹോദരിമാർ, എല്ലാ പെണ്ണുങ്ങളും അതിൽ ഭാഗഭാക്കാകണം, പാർട്ടിസിപ്പേറ്റ് ആകണം എന്ന് പ്രത്യേകമായി അറിയിക്കരേ. അതേപോലെ തന്നെ നാളക്കൽ ഞായറാഴ്ച 2 പറങ്കിപ്പേട്ടയിൽ മദ്രസ വിദ്യാർത്ഥികളുടെ കാര്യക്രമവും അതിനോടനുബന്ധിച്ച് ഒരു സമാരംഭമെല്ലാമുണ്ട്. പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രസംഗമെല്ലാമുണ്ട്. ഞായറാഴ്ച 2 എല്ലാവരും കഴിവിൻ്റെ പരമാവധി അത്തരത്തിലുള്ള ഇൽമിൻ്റെ മജ്ലിസിൽ പോയി അവിടെ നടക്കുന്ന ഇൽമിൻ്റെ സദസ്സിൽ ഹാജരാകണം. അവിടെ നടക്കുന്ന ഇൽമ് കരസ്ഥമാക്കാൻ ഓരോരുത്തരും അതിൽ പരിശ്രമിക്കണം. അതേപോലെ തന്നെ ആശുപത്രിയിൽ ICUയിൽ വളരെ കങ്കാളായി കിടക്കുന്ന ഒരാളെപ്പറ്റി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, വേറെ ഒരാൾ നമ്മുടെ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ഒരാളുടെ സുഹൃത്തുക്കളുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട രോഗം, അങ്ങനെ വേറെയും ഒരുപാട് രോഗികളുടെ കാര്യത്തിൽ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് ഏതാണെന്ന് അള്ളാഹു അലം. ഒരു പക്ഷേ ഈ സമയമായിപ്പോയാൽ അള്ളാഹു താല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹു താല അവരുടെ രോഗങ്ങളൊക്കെ എളുപ്പത്തിൽ ശിഫിയാക്കി കൊടുക്കും. നാം പ്രാർത്ഥിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് അള്ളാഹു താല ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ആ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം തന്നെ വീണ്ടും കിട്ടിയും കൊണ്ട് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യത്തോടെ അള്ളാഹുവിൻ്റെ താഴത്തിലായി ഇബാദത്തിലായി ദീർഘായുസ് അല്ലാഹു തആല അവർക്കും നമുക്കും നൽകുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, ബലാ മുസീബത്തുകളിൽ നിന്ന്, ഫിത്തനകളിൽ നിന്ന്, ആക്സിഡൻറ്റുകളിൽ നിന്നിട്ട് എല്ലാവിധത്തിലുള്ള അപകടകരമായ അവസ്ഥകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.